ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫറ്റ് ടാറോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? എന്താണ് ഇന്നത്തെ ഗൈഡൻസ്? നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന്. ഇതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴും പറയുന്നതാണ്, ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോഴേ മുതലായിരിക്കും വാലിഡ് ആവുക. അതുപോലെ തന്നെ കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജി ഇതിലുണ്ടാവും. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോഴാണ് കൂടുതലായിട്ടും നിങ്ങളോട് ഇതിൻ്റെ എനർജിയായിട്ട് റിലേറ്റഡ് ആവുന്നത്. ഓക്കെ, എന്താണ് കാർഡുകളെന്ന് നമുക്ക് നോക്കാം. ബി പോസിറ്റീവ്. എന്താണ് ഗൈഡൻസ്? കാർഡ് തുള്ളിപ്പോയി, നോക്കാം. കാർഡുകൾ നോക്കാം. ഹാങ്ഡ് മാൻ, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, 5 of cups, 4 of cups, 2 of cups, ace of cups, temperance, bottom. കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്യാം. റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ ഹാങ്ഡ് മാൻ, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, 5 of cups, 4 of cups, 2 of cups, ace of cups, ടെമ്പറൻസ് ആണ്. ഇവിടെ കൂടുതലും കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇമോഷണൽ എലമെൻ്റ് ആണ് കൂടുതൽ വന്നിട്ട് ഉള്ളത് കാണുന്നത്. ഓക്കെ, നോക്കാം റീഡിങ് എന്താണെന്ന്. അപ്പോൾ അതിന് ഹാങ്ഡ് മാൻ ആണ്. അതായത് നിങ്ങൾ കാര്യങ്ങളെ ഇതുവരെ കണ്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാണാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതുവരെ നിങ്ങൾ എങ്ങനെയാണോ കണ്ടിരുന്നത് അതിൽ നിന്നും മറ്റൊരു ആംഗിളിലേക്ക് നിങ്ങൾ നോക്കുകയാണ്, അതിനെ അങ്ങനെ കാണാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു എനർജിയാണ് ഇന്ന്. നിങ്ങൾ അങ്ങനെയായിരിക്കും എല്ലാ കാര്യത്തെയും കാണുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഒരു പൗസാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾ ഇതുവരെയുള്ളതിൽ നിന്ന് പൗസ് ചെയ്തിട്ട് നിങ്ങൾ പിന്നീട് അതൊന്ന് ആലോചിച്ചതിന് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു പൗസാണ്. ഇപ്പോൾ ഒരു സ്റ്റക്കായിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക്. ഒരു പൗസ് ചെയ്യുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുന്നൊരു സമയം കൂടിയാണ്. നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യാനുള്ളൊരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ട സമയമാണ്. അത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കേണ്ട, അത് ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത്. എല്ലാം ഒരു ന്യൂ പേഴ്സ്പെക്റ്റീവിൽ കാണുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു എൻലൈറ്റ്മെൻ്റ് ആണ് ഇന്ന് വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരു എൻലൈറ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് വരുന്നു. അതായത് എല്ലാ കാര്യങ്ങളും ഒരു മുമ്പ് കണ്ടതിൽ നിന്നും വ്യത്യസ്ത തരത്തിൽ നിങ്ങൾ കാണാനുള്ള ഒരു എൻലൈറ്റ്മെൻറ്റിലേക്ക് നിങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അതുപോലെ ചിലർക്കൊക്കെ സ്പിരിച്വലി ആ ഒരു രീതിയിൽ പോകുന്ന വ്യക്തികൾക്ക്, വേക്കനിങ്ങിലേക്ക് പോകുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ഒരു ഉൾക്കാഴ്ച നിങ്ങൾക്ക് കൂടുന്നു. നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ ഒരു ബോധം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. ഒരു ചേഞ്ചാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. പല കാര്യങ്ങളും നിങ്ങൾ റിലീസ് ചെയ്യുന്നതായിട്ടുള്ളൊരു എനർജി കൂടിയാണ്. വേണ്ടാത്തതായിട്ടുള്ള പല കാര്യങ്ങളും റിലീസ് ചെയ്യുന്നു, ലെറ്റ് ഗോ ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ. അപ്പോൾ ലെറ്റ് ഗോ ചെയ്യാതെ നിൽക്കുന്നവർ ലെറ്റ് ഗോ ചെയ്യുക, വേണ്ടാത്തതിനെ ഹോൾഡ് ചെയ്യേണ്ട, റിലീസ് ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യാനുള്ളൊരു സമയം കൂടിയാണ്. സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് ഹാങ്ഡ് മാൻ്റെ എനർജി പറയുന്നത്. ഇതുവരെ കണ്ടതിൽ നിന്നും മറ്റൊരു തരത്തിൽ നിങ്ങൾ കാണാൻ യൂണിവേഴ്സ് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന തരത്തിലൊരു എനർജി. ചിലർ ആ ഒരു മോഡിലായിരിക്കും. ചിലരോട് അങ്ങനെയുള്ള അല്ലാത്തവരോട് അതിലേക്ക് പോകാനുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യൂ, വേണ്ടാത്തത് ലെറ്റ് ഗോ ചെയ്യൂ, റിലീസ് ചെയ്യേണ്ടത് റിലീസ് ചെയ്യൂ, പുതിയൊരു രീതിയിൽ ജീവിതത്തെ കാണാൻ തുടങ്ങൂ എന്നുള്ള ആ ഒരു ഇതാണ് ഹാങ്ഡ് മാൻ പറയുന്നത്. ഓക്കെ, അടുത്തത് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു മദർലി എഫെക്ഷൻ ഉള്ള രീതിയിലായിരിക്കും ഇന്ന്. ആ ഒരു എഫെക്ഷനോട് കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വാത്സല്യം അതായിരിക്കും നിങ്ങൾക്ക് എല്ലാവരോടും. അങ്ങനൊരു മറ്റുള്ളവരെ കെയർ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ലേഡിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കും
ഒരു വാത്സല്യം നിങ്ങൾക്ക് ഇന്ന് എല്ലാത്തിനോടും തോന്നുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്. ഒരു ബാലൻസ് എന്തായാലും നിങ്ങളിലേക്ക് വരുന്നുണ്ട്, ആ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. അതുപോലെ തന്നെ ചിലർക്കൊക്കെ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നു എന്നുള്ളത് കൂടിയാണ്. കാത്തിരുന്ന പണം നിങ്ങളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ കാത്തിരിക്കുന്ന പോലെ എനർജി, പണത്തെ കാത്തിരിക്കുന്ന തരത്തിലുള്ള എനർജി ചിലർക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കായിട്ട് നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ്. ഓക്കെ, ചിലർക്ക് ഏറെ കാലമായിട്ട് കാത്തിരുന്ന ഒരു വ്യക്തിയെ കാത്തിരിക്കുന്ന തരത്തിലെ എനർജി. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ചിലർക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള പണം വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്ത നല്ല പ്രവർത്തിക്ക്, ആ ഒരു നല്ല കാര്യം, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളൊരു എനർജി കൂടിയാണ് പണം എന്നുള്ള രീതിയിൽ. ചിലർക്ക് പറഞ്ഞല്ലോ, ഒരു വ്യക്തി, കാത്തിരുന്നൊരു വ്യക്തി വരുന്ന തരത്തിലുള്ള എനർജി, മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള എനർജി. അതുപോലെ ചിലർക്ക് പ്രതീക്ഷിച്ച, അവർ മാനിഫെസ്റ്റ് ചെയ്ത പോലുള്ള ഒരു ജോലി, നിങ്ങളിലേക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എത്തിക്കുന്ന തരത്തിലുള്ള ഒരു ജോലി നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ള ഒരു എനർജി കൂടിയാണ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. ജോലിയിലൂടെയായാലും നമുക്ക് പണം തന്നെയാണല്ലോ ലഭിക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അതാണ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ വളരെയധികം ഗ്രൗണ്ടഡ് ആയിരിക്കും നിങ്ങൾ. ഗ്രൗണ്ടഡ് അല്ലാത്തവർ ഗ്രൗണ്ടഡ് ആവാനും പറയുന്നുണ്ട്. അതുപോലെ ആ ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു എനർജിയിലാണ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റുള്ളവരെ കൂടി നർച്ചർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു തരത്തിലുള്ള എനർജി നിങ്ങളിലേക്ക് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കതിന് സാധിക്കുന്നു. നിങ്ങൾക്ക് എല്ലാം നല്ല രീതിയിൽ മറ്റുള്ളവർക്കും കൂടി പറഞ്ഞ് കൊടുത്ത് അവരെയും കൂടി മുന്നോട്ടേക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന, അതുപോലെ നിങ്ങളുടെ ചുറ്റിലുള്ളവരെ നല്ല രീതിയിൽ സ്നേഹിക്കാൻ പറ്റുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലായിരിക്കും ഇന്ന് കാണുക എന്നുള്ളതാണ്. മറ്റുള്ളവരെയും കൂടെ സഹായിക്കുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. പക്ഷെ അതിലും നിങ്ങളൊരു ബാലൻസ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് എല്ലാത്തിലും. ഓക്കെ, അടുത്ത 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അതുപോലെ ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൽ നിങ്ങൾ ഒരു വർക്കിംഗ് പാരൻറ്റിൻ്റെ എനർജി കൂടിയാണ് കേട്ടോ. ഒരു വർക്കിംഗ് പാരൻറ്റ് എന്നുള്ള രീതിയിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന തരത്തിലുള്ളൊരു എനർജി, അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അവരിലൂടെ നല്ല വാക്കുകൾ കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു, അവരെ നല്ല രീതിയിൽ റേസ് ചെയ്യുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത 5 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇവിടെ 5 ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന തരത്തിലുള്ള എനർജിയാണ്. ഓക്കെ, നിങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ വല്ലാതെ ദുഃഖിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കാണാം കപ്പുകൾ ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു നഷ്ടത്തിനെ ഓർത്ത് ദുഃഖിക്കുന്ന തരത്തിലുള്ള എനർജിയാണ്. നിങ്ങൾ പുതിയതിനെ സ്വീകരിക്കാൻ തയ്യാറാവാത്ത തരത്തിലുള്ളൊരു എനർജിയാണ്. അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. എന്താണോ കയ്യിൽ നിന്ന് പോയത്, അയ്യോ അത് പോയല്ലോ, ഞാനിനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേറെ അതിനേക്കാളും നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ട്. പക്ഷേ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്താണോ നിങ്ങൾക്ക് അതിലും നല്ലത് യൂണിവേഴ്സ് കൊണ്ടുതരുന്നത് അത് നിങ്ങൾ കാണാൻ തയ്യാറാവുന്നില്ല. കാരണം നിങ്ങൾ അങ്ങോട്ട് തിരിയുന്നില്ല. നിങ്ങൾ ഈ കയ്യിൽ നിന്ന് വീണു പോയിട്ടുള്ള സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കയ്യിൽ നിന്ന് പോയത് പോയി, ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ യൂണിവേഴ്സ് തരുന്നത് അതിലേക്ക് നോക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചതിൽ നിന്നും അതൊന്നും നിങ്ങളുടേതല്ല. നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അത് നിങ്ങളുടേതല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് അതിലും നല്ലത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കത് നഷ്ടപ്പെട്ടത് എന്ന് മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. യൂണിവേഴ്സ് നല്ലത് നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നാണ്. അതിലേക്ക് നോക്കുക, അതിനെ സ്വീകരിക്കാൻ തയ്യാറാവുക. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, നഷ്ടപ്പെട്ടതിനെ അതിനെ അങ്ങ് വിട്ട് കളയാൻ തയ്യാറായി, അതിന് ലെറ്റ് ഗോ ചെയ്യുക. അതിന് ലെറ്റ് ഗോ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ സ്വീകരിക്കാനും അവിടെ ഒരു സ്പേസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു നഷ്ടം നിങ്ങളിൽ വേണ്ടാത്തതായിട്ടുള്ള ഒരു കാര്യം അവിടെ നിന്ന് പോകുമ്പോഴാണ് അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ആകുന്നത്. എങ്കിലാണ് പുതിയ കാര്യങ്ങൾക്ക് അവിടേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വേണ്ടാത്ത കാര്യം ഹോൾഡ് ചെയ്ത് അത് കുത്തി നിറച്ച് മനസ്സിനെ നിറച്ച് ഇമോഷണലി ബേർഡൻഡ് ആയിട്ട് നിൽക്കാതെ അതിനെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ആ ഒരു സ്പേസ് ക്ലിയർ ചെയ്യുക. എന്നിട്ട് അതിനെ ലെറ്റ് ഗോ ചെയ്ത് വിടുക, ഫോർഗീവ് ചെയ്യുക, ഫോർഗെറ്റ് ചെയ്യുക, എന്നിട്ട് ലെറ്റ് ഗോ ചെയ്യുക. എന്നിട്ട് പുതിയതിനെ സ്വീകരിക്കാൻ ആ ഒരു സ്ഥലം അവിടെ
നിങ്ങൾ വെക്കുക. എങ്കിൽ മാത്രമാണ് പുതിയ കാര്യം നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, അത് നിങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് അവിടെ ചെയ്യേണ്ടത്. ലെറ്റ് ഗോ ചെയ്യേണ്ടത് ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ്, ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക. ഓക്കെ, അത് തന്നെ ഹോൾഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് 5 ഓഫ് കപ്സ് ഇവിടെ പറയുന്നത്. 4 ഓഫ് കപ്സ് ആണ് അടുത്തത്. അതായത് ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളിലേക്ക് ഡിവൈനായിട്ട് ഇവിടെ ഒരു ഇത് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെയും ഇത് രണ്ടിലായാലും ഡിവൈനായിട്ട് കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അത് നോക്കുന്നു പോലുമില്ല. ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊന്നും നോക്കിയാൽ അത് നോക്കുന്നില്ല, ഇവിടുന്ന് ഇങ്ങോട്ടും നോക്കുന്നില്ല. ഡിവൈനാണ് നിങ്ങൾക്ക് ഓഫർ കൊണ്ടുതരുന്നത്. ഇതൊന്നും വേണ്ടാത്ത കാര്യങ്ങളാണ്, പക്ഷേ അതിനെ തന്നെ ആലോചിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ റിലീസ് ചെയ്യുക, വേണ്ടാത്തതിനെ വിട്ട് കളയുക. ഓക്കെ, ഡിവൈൻ ഓഫർ എന്താണ്, അത് സ്വീകരിക്കുക. അതിനേക്കാളും നല്ലൊരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളത് കാണുന്നില്ല, അത് നോക്കുന്നില്ല, അതിനെ നോക്കുക, സ്വീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ രണ്ടിലും പറയാനുള്ളത്. ചിലപ്പോൾ ഒരു ജോബ് ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നല്ലൊരു റിലേഷൻഷിപ്പായിരിക്കാം, നല്ലൊരു അവസ്ഥ, നല്ല എന്താണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ട പല കാര്യങ്ങളുമായിരിക്കാം. നിങ്ങൾക്ക് ഏറെ നിങ്ങൾ കാത്തിരുന്നൊരു കാര്യം തന്നെയായിരിക്കാം, പക്ഷേ അതിൻ്റെ പുതിയൊരു വേർഷനായിരിക്കും നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ടാവുക, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓഫർ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലേക്ക് നോക്കുക, വേണ്ടാത്തതിനെ ഒഴിവാക്കിയിട്ട് അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഓഫർ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഒരു സ്റ്റക്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവാം. എന്ത് ചെയ്യുക, നിങ്ങൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഇമോഷണലായിട്ട് നിങ്ങൾ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ യൂണിവേഴ്സുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുക, എന്തെങ്കിലും പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചിരിക്കാതെ, വേണ്ടാത്ത കാര്യങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കാതെ, അതിനൊക്കെ ലീവ് ചെയ്ത് എന്തെങ്കിലും ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായാലും ആ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, എന്തെങ്കിലും എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. എൻഗേജ്ഡ് ആയിക്കൊണ്ടേയിരിക്കുക, ആ ഒരു കാര്യത്തെ റിലീസ് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. ഓക്കെ, എങ്കിലാണ് നിങ്ങൾക്ക് പുതിയ ഓഫർ സ്വീകരിക്കാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഡിവൈനായിട്ടാണ് നിങ്ങൾക്ക് ഓഫർ കൊണ്ടുതരുന്നത്. കണ്ണ് തുറന്ന് കാണൂ, ഡിവൈൻ ഓഫർ കൊണ്ടുതരുന്നുണ്ട്. ഓക്കെ, അതാണ് ഈ 4 ഓഫ് കപ്സിലും പറയാനുള്ളത്. ഓക്കെ, അടുത്ത 2 ഓഫ് കപ്സ് ആണ്. അതായത് പലരിലേക്കും ഒരു റീയൂണിയൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ്, ചിലർക്ക് ഒരു പ്രപ്പോസൽ കിട്ടുന്നു, ഒരു മാരേജ്, ഒരു നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത തരത്തിലുള്ള ഒരു വ്യക്തി, നിങ്ങൾ അവരെ കണ്ടുമുട്ടുന്നു, ഒരേ വേവ് ലെങ്ത്തിലെ ആൾക്കാരെ കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ലവ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ ഒരു മ്യൂച്വലി നല്ല രീതിയിൽ പോകാനുള്ള ഒരു പാർട്ട്ണറെ നിങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള എനർജി. മാരേജ് ആണെങ്കിൽ നിങ്ങൾ പ്രപ്പോസൽ നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള എനർജി, ഒരു മാരേജ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറെ കണ്ടുമുട്ടുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ പറയുന്നത്. ഒരു നല്ല രീതിയിലെ കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. ചിലപ്പോൾ നല്ല രീതിയിൽ ഒരേ വേവ് ലെങ്ത്തോടു കൂടി മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുന്ന സഹപ്രവർത്തകരായിരിക്കാം. എന്തായാലും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പോകുന്ന ഒരു എനർജിയാണ് ഇന്നിവിടെ കാണുന്നത്. ഓക്കെ, പാർട്ട്ണർഷിപ്പ് ഇതൊക്കെയാണ് വരുന്നത്. നിങ്ങളിലേക്ക് ഒരു പാർട്ട്ണർഷിപ്പ്, ബിസിനസ്സൊക്കെ ആണെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഒരു ഐക്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ് 2 ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്തത് ഏസ് ഓഫ് കപ്സ് ആണ്. ഇവിടെ ഏസ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളിലേക്ക് പുതിയൊരു തുടക്കം വരുന്നു എന്നുള്ളത് തന്നെയാണ്. പുതിയ തുടക്കം, പുതിയ സംരംഭം, പുതിയ ചിന്തകൾ, അതുപോലെ തന്നെ നല്ല മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ ഏസ് ഓഫ് കപ്സ് പറയുന്നത്. അതുപോലെ തന്നെ ജോലിയിൽ ചിലർക്കൊക്കെ ഒരു പ്രൊമോഷൻ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നവർക്കൊരു പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യുവാൻ, നിങ്ങളൊരു സ്പിരിച്വാലിറ്റിയിൽ അതിലേക്ക് പോകുന്നു, അതിനുള്ളൊരു തുടക്കം. അതുപോലെ തന്നെ ഇൻഡ്യൂഷൻസ് നിങ്ങൾക്ക് കൂടുന്നതായിട്ടുള്ളൊരു എനർജി ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഈ കപ്പിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിവൈനായിട്ട് തരുന്ന ഒരു കപ്പാണ്. അതിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ളത് നിങ്ങൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതിനുള്ളൊരു തുടക്കമാണ് ഡിവൈൻ നിങ്ങൾക്ക് ഓഫറായിട്ട് കൊണ്ടുതരുന്നത് എന്നുള്ളതാണ്. ചിലർക്കൊക്കെ ഇവിടെയും ഒരു മാരേജാണ്, ഇവിടെ ഒരു മാരേജിൻ്റെ ഇതാണ് കാണുന്നത്. രണ്ടും മാരേജിൻ്റെ കാർഡ് തന്നെയാണ്, പ്രപ്പോസലാണ്.
അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഒരു കുട്ടി വരുന്നതായിട്ടുള്ള എനർജി, ഒരു ന്യൂ ബേബി വരുന്നതായിട്ടുള്ള ഒരു എനർജി. പിന്നെ പലർക്കും പുതിയ തരത്തിലൊരു റിലേഷൻഷിപ്പിൻ്റെ തുടക്കമാണ് കേട്ടോ, ഒരു ന്യൂ ഫീലിങ്സ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ്. പിന്നെ പ്രണയം തന്നെയാണ് ഒരു ലവിൻ്റെ തുടക്കം, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഏസ് ഓഫ് കപ്സ് അതും വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരോടും വളരെ സ്നേഹത്തോട് പെരുമാറുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് നിങ്ങൾക്ക് വരുന്നത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എന്ത് തീരുമാനിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധയോടുകൂടി ഒന്നല്ല ഒരു 2-3 തവണ ആലോചിച്ചിട്ട് തീരുമാനിക്കുക എന്നുള്ളൊരു എനർജി കൂടി ഇവിടെ, അങ്ങനൊരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്. അപ്പോൾ ആലോചിക്കുക, എന്ത് കാര്യവും ഇപ്പം ഒരു പുതിയ പ്രണയമായാലും എന്തായാലും തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതാണോ, എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഇൻസൈറ്റ്, നിങ്ങളുടെ ഒരു ഇൻഡ്യൂഷൻ അവിടെ പ്രവർത്തിക്കും. നിങ്ങൾക്കൊരു ഇൻഡ്യൂഷനൊക്കെ തോന്നും, ഇത് വേണോ വേണ്ടയോ എന്നുള്ള ആ ഒരു ഇൻഡ്യൂഷൻ നിങ്ങളിലേക്ക് വരുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് കൂടി കൊടുക്കുക എന്ന് പറയുന്നത് കേട്ടോ ഏസ് ഓഫ് കപ്സിൽ. അതായത് നിങ്ങളുടെ ഇൻഡ്യൂഷന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ വാക്കിലല്ല, നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇൻസൈറ്റ് അല്ലെങ്കിൽ ഈ ഇൻഡ്യൂഷന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനാണ് പറയുന്നത്. അതാണ് ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. അടുത്തത് ബോട്ടം ഡെക്ക് ടെമ്പറൻസ് ആണ് വരുന്നത്. ഇവിടെ ഒരു ബാലൻസ് തന്നെയാണ്, ഇവിടെയും ഒരു ബാലൻസ് തന്നെയാണ് വരുന്നത് നിങ്ങൾക്ക്. അപ്പോൾ എല്ലാത്തിലും നിങ്ങൾക്കൊരു ബാലൻസ് വരുന്ന തരത്തിലൊരു എനർജിയാണ് ഇന്ന് കാണുന്നത്. നിങ്ങൾ വളരെയധികം ബാലൻസ്ഡ് ആയിരിക്കും എല്ലാ കാര്യത്തിലും. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിലെല്ലാം ഒരു ബാലൻസ് കൊണ്ടുവരുന്ന തരത്തിലുള്ള എനർജിയാണ്. അങ്ങനെ നിങ്ങൾ ചിലപ്പോൾ സ്പീഡിൽ ഒക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണെങ്കിൽ അതിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ പറയുന്നത്. എല്ലാത്തിനൊരു സ്ലോ ഡൗൺ ചെയ്യുക, അത്ര സ്പീഡിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികൾ അതിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനാണ് പറയുന്നത്. എല്ലാത്തിലും ഒരു ബാലൻസ് കൊണ്ടുവരുന്ന ഒരു എനർജിയാണ്, കൊണ്ടുവരേണ്ടതായിട്ടുള്ളൊരു എനർജിയാണ് ടെമ്പറൻസ് പറയുന്നത്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ഇതാണ്, നിങ്ങളെല്ലാം ഒന്നും അത്ര സ്പീഡിലൊന്നും ചെയ്യണ്ട, എല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് നല്ല പങ്കാളിയൊക്കെ കണ്ടെത്താൻ പറ്റുന്ന തരത്തിലുള്ള എനർജി തന്നെയാണ് ഇവിടെ പറയുന്നത്. ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പങ്കാളിയെ കൊണ്ടുവരാൻ പറ്റുന്നു. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് ഒരുപാട് ദൂരെയാണെങ്കിൽ അവരുമായിട്ട് ചിലപ്പോൾ നിങ്ങൾ വഴക്കിട്ട് നിൽക്കുന്നൊരു സമയമൊക്കെ ആണെങ്കിൽ അതൊക്കെ കോംപ്രമൈസ് ആവുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് കേട്ടോ. അതിലൊരു ബാലൻസ്, അതിന് നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ ടെമ്പറൻസ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ എനർജി ബാലൻസ്ഡ് ആവുന്നു എന്നുള്ള തരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ. പിന്നെ ഇവിടെ പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളാണെങ്കിൽ ആ ഡിപ്പെൻഡൻസി ഒഴിവാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. എല്ലാ കാര്യങ്ങളും തനിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഇമോഷണലി നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കാര്യത്തിന് മാത്രമല്ല അവർക്കും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത് കൂടി ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും റുട്ടീനായിട്ട് ചെയ്യുക, കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ സ്പീഡ് അധികമായിരിക്കും, അതിനെ ഒന്ന് മന്ദഗതിയിലാക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് കൂടുതലാകുമ്പോൾ അതും ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനുള്ള ഇതാണ് ഇവിടെ പറയുന്നത്. ഇതും ഒരു ബാലൻസ് തന്നെയാണ് വരുന്നത്, ചാരിയറ്റ്. അപ്പോൾ എല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ എനർജി ബാലൻസ്ഡ് തന്നെയാണ് ചാരിയറ്റിലും പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലൊരു എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കും ഹാങ്ഡ് മാൻ വന്നിട്ടുള്ളത്. ഹാങ്ഡ് മാൻ നിങ്ങൾക്കൊരു സ്റ്റക്നെസ് ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക എന്ന്. അപ്പോൾ നിങ്ങൾ പോകുന്നത് കുറച്ച് സ്പീഡിലായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതിനെ ഒരു സ്ലോ ഡൗൺ ചെയ്യുന്ന തരത്തിലൊരു എനർജിയാണ് ടെമ്പറൻസ്. അപ്പോൾ എല്ലാവർക്കുമല്ല, ചിലരിലുള്ള എനർജിയാണ് പറഞ്ഞല്ലോ, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ചിലർക്കുള്ളൊരു എനർജിയാണ് ഇവിടെ പറയുന്നത്, എല്ലാവരുടേതും അല്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ ഇന്ന് കൂടുതലും ഇമോഷണലി ഇതായിട്ടുള്ള ആൾക്കാരെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇമോഷണലിയുള്ള കാര്യങ്ങളാണ് ഇന്ന് കൂടുതലും വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആ ഒരു സ്റ്റക്നെസ് ഒഴിവാക്കുക എന്നുള്ളതാണ്, നിങ്ങളിലേക്ക് വരുന്ന ഓഫർ കാണുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. ഇന്നൊരു തണുപ്പും മട്ടു തോന്നല്ലേ, ഒരു എനർജി കുറവ് എന്താണെന്നറിയില്ല.
നിങ്ങളിങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഇമോഷണലി നിങ്ങൾ തകർന്നിരിക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ തകർന്നിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പുതിയൊരു തുടക്കമൊക്കെ വരുന്നുണ്ട്. നിങ്ങളിലേക്ക് പുതിയ ഒരു എനർജിയാണ് വരുന്നത്. ഇവിടെ റീയൂണിയൻ ഉണ്ട്, നിങ്ങൾക്ക് പുതിയൊരു ലവ് വരുന്നുണ്ട്. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, പണം ആവശ്യമുള്ളവർക്ക് പണം എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വരുന്ന തരത്തിലൊരു എനർജി കൂടിയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കുക, ഇമോഷണലി മാത്രമല്ല. ഓക്കെ, എന്താണ് ഏഞ്ചൽസ് പറയുന്നത് നോക്കാം. ഏഞ്ചൽസ് എന്താണ് പറയുന്നത്? റീകൺസിഡർ, നിങ്ങളോട് റീകൺസിഡർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ ഒരു കാര്യത്തിന് ഒന്നും കൂടെ പരിഗണിക്കാൻ പറയുന്നുണ്ട്. ആരോടെങ്കിലും ചോദിക്കുക, എന്നിട്ട് അതിനെ ഒന്നും കൂടെ ഒന്നും വിശകലനം ചെയ്യാനും പരിഗണിക്കാനും കൂടിയാണ് പറയുന്നത്. റീകൺസിഡർ ചെയ്യാൻ ഏഞ്ചൽസ് പറയുന്നുണ്ട്. എന്താണോ നിങ്ങളുടെ ഉള്ളിൽ കിടന്നിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ എന്താണോ ഒരു തീരുമാനം എടുക്കാനുള്ളത്, എന്ത് കാര്യത്താണോ നിങ്ങൾ ഏഞ്ചൽസിനോട് ചോദിച്ചത്, അതിനൊന്ന് റീകൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷന് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അത് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും അതിൽ നിന്ന് വ്യക്തമാവാനുണ്ട് എന്നുള്ളതാണ്. ട്രസ്റ്റ്, വിശ്വസിക്കാനാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു ട്രസ്റ്റ് നിങ്ങൾ കൊണ്ടുവരാനാണ് പറയുന്നത്. ഇവിടെ ഏഞ്ചൽസ് നിങ്ങൾക്ക് എന്തോ ഒരു സർപ്രൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് കൊണ്ടുതരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ അത് അൺഫോൾഡ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുക എന്താണെന്ന്. ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഒരു സർപ്രൈസിങ് ആയിട്ട് തുറക്കുമ്പോൾ അവർ ആ ഒരു ഇത് കാണില്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യം അൺഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കോംപ്രമൈസാണ്. അപ്പോൾ കോംപ്രമൈസ് ചെയ്യാനുള്ളവരോട് കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയുന്നത്. ഏഞ്ചൽസ് ആരോടും കോംപ്രമൈസ് ചെയ്യാണ്ടെങ്കിൽ കോംപ്രമൈസ് ചെയ്തോളൂ കേട്ടോ. റൊമാൻസ് ഏഞ്ചൽസ് ആണേ ഇന്ന് നോക്കുന്നത്. ലവ് ഏഞ്ചൽസ് അല്ല, റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് നിങ്ങളോട് എന്ന് പറയുന്നത്? ഇതുപോലെ തന്നെ ഒരുപാട് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ചിട്ടി ലഭിച്ചു, അതുപോലെ തന്നെ കല്യാണത്തിൽ പങ്കെടുത്തു, പറഞ്ഞതുപോലെ അമ്പലത്തിൽ പോയി. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും. സോ എന്താ പറയുക, ഒരുപാട് താങ്ക്സ്, ഒരുപാട് സന്തോഷം. സോ ഹാപ്പി, നിങ്ങൾ സന്തോഷമായിരിക്കുന്നു എന്നറിയുന്നത്. ഓക്കെ, എന്താണ് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് നോക്കാം. റിട്രീറ്റ്, ഇറ്റ് ഈസ് ടൈം ടു ഡിസ്കണക്ട് ഫ്രം ദി വേൾഡ്. ഇവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ലോകത്ത് നിങ്ങൾ എൻജോയ് ചെയ്യാനാണ് പറയുന്നത്. മറ്റുള്ളവരൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ലോകത്തിൽ നിങ്ങൾ നിൽക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എൻജോയ് ചെയ്യാനാണ് പറയുന്നത്. റിട്രീറ്റ്. ഡിസെപ്ഷൻ, ഇതെന്താണെന്നറിയില്ല. ഒരുപാട് തവണ ഈ ഒരു കാർഡ് ഇവിടെ നിന്ന് കിടന്ന് കറങ്ങി കളിക്കുന്നു. ഡിസെപ്ഷൻ, സംവൺ ഈസ് വെയറിങ് എ ഫാൾസ് സെൽഫ് മാസ്ക് ഇൻ ദി റിലേഷൻഷിപ്പ്. അപ്പോൾ ആരോ ഒരു പൊയ്മുഖം വെച്ചുകൊണ്ടാണ് റിലേഷൻഷിപ്പിലുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അത് മാറ്റുക. നിങ്ങൾ എന്താണോ അത് നിങ്ങൾ നിങ്ങളായിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് തുറന്ന് പറയുക, നിങ്ങളായിരിക്കുക എന്നുള്ളതാണ്. ഒരു മാസ്ക് വെക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ അവർ നിങ്ങളെ ഇഷ്ടപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു മാസ്ക് ഒഴിവാക്കുക. യെസ്, വെഡ്ഡിങ് പറയുന്നുണ്ടല്ലോ. ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ്. അപ്പോൾ വെഡ്ഡിങ് ആണ് പറയുന്നത്. അപ്പോൾ ഒരു മാരേജ് നോക്കുന്നവർക്കൊക്കെ മാരേജ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെയും പറയുന്നുണ്ട് ഒരു വെഡ്ഡിങ്, ഇവിടെയും പ്രപ്പോസൽ വരുന്നു പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ വെഡ്ഡിങ് പറയുന്നുണ്ട്. അപ്പോൾ അത് വരുന്നുണ്ട് എന്നുള്ളതാണ്. വർത്ത് വെയിറ്റിംഗ് ഫോർ. ഡിവൈൻ ടൈമിങ് ഈസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ്. അപ്പോൾ ഡിവൈൻ ടൈം ആണ് നടക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഇതിന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്തതിൻ്റെ വർത്ത് നിങ്ങളിലേക്ക് ലഭിക്കും. ഇത് തന്നെയാണ് ട്രസ്റ്റിലും പറയുന്നത്. നിങ്ങൾ എന്തിനാണോ വെയിറ്റ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് അൺഫോൾഡ് ആയിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ
നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡിവൈൻ ടൈമിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിലേക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത്. നിങ്ങളിലേക്ക് വരേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ വരും വിട്ടുപോയിട്ടുള്ളവർ. അല്ല, നിങ്ങൾക്കതല്ല വേറെ ഇതിലും നല്ലതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറിയിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളത് എന്താണോ യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോർഗീവ് ചെയ്ത് ഫോർഗെറ്റ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ നിങ്ങളിലേക്ക് വരേണ്ടത് കൃത്യമായിട്ട് വരും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ. പണമായാലും റിലേഷൻഷിപ്പ് ആയാലും ജോലി ആയാലും ബന്ധങ്ങളായാലും എല്ലാം, സുഹൃത്ത് ബന്ധങ്ങളായാലും, ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ സുഹൃത്ത് ബന്ധങ്ങളും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല സഹപ്രവർത്തകരെ ലഭിക്കാനും എല്ലാം ഒരു ബാലൻസ്ഡ് ആവാനും, അതുപോലെ തന്നെ കല്യാണം, പാർട്ട്നേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങളിലേക്ക് വരട്ടെ. നിങ്ങൾ ആ ഒരു നെഗറ്റീവ് എന്നൊക്കെ മാറി, ആ ഒരു സ്റ്റക്നെസ് എന്നൊക്കെ മാറി നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാം യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് യൂണിവേഴ്സ് കറക്റ്റായിട്ടുള്ള ടൈമിൽ തന്നെ എത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ റീഡിങ് കണ്ട എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും നന്ദി പറയുന്നു. നിങ്ങളുടെ ലൈക്സിനും കമൻസിനും ഒക്കെ നന്ദി. സബ്സ്ക്രൈബ് ചെയ്തവർക്കും വ്യൂവേഴ്സിനും ഒക്കെ നന്ദി പറയുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.